ചെറിയ ചടങ്ങും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ എഞ്ചിനീയർ, നമുക്ക് ഇവിടെ വെള്ളം തരുന്ന പ്ലംബർ, ഇവിടെ വെളിച്ചം തരുന്ന ഇലക്ട്രീഷ്യൻ, അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ. അപ്പൊ അവർക്ക് നമുക്കൊരു നന്ദി പറച്ചിലൊക്കെ വേണ്ടേ. വണ്ടിക്ക് എന്റെ ഷോറൂം നമ്മുടെ ആലുവ പറമ്പ്. ഞാൻ വീഡിയോ കിട്ടായിരുന്നല്ലോ. നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു. ഒരുപാട് നാളത്തെ സ്വപ്നം റിയലായ ഒരു ഡേ ആണ് ഇന്ന്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ എനിക്ക് ഇത്രയും ഈ ഒരു വീട് എന്നൊരു സ്വപ്നം ഇത്രയും മനോഹരമാക്കി പൂർത്തിയാക്കി തന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ രാപ്പകലില്ലാത്ത കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെൻ്റെ കൂടെ നിന്ന നമ്മുടെ ഈ സൈറ്റിലെ വർക്ക് ഇത്രയും ദിവസം ഈ 2 വർഷമായി ഈ വീട് പൂർത്തീകരിക്കാനായിട്ട്. അപ്പോൾ അതിനിടയിൽ ഇവിടെ നിന്ന് ജോലി ചെയ്ത എല്ലാ മേഖലയിലുള്ള വർക്കേഴ്സിനോടും ഈ ഒരു അവസരത്തിൽ ഞാൻ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുവാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീടിൻ്റെ കോൺട്രാക്ടറാട്ടോ. കോൺട്രാക്ടർ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ തന്നെയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡാണ്, എൻ്റെ അളിയനാണ്. അപ്പോൾ ആൾ തന്നെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഇങ്ങനെ ഒരു വീട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ ഉള്ളിൽ കയറിയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ പുറകിൽ പാടം, അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ, അതെല്ലാം പോകാതെ തന്നെ ഈ വീട് ഒരു നല്ല രീതിയിൽ എനിക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കി തന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആളെ ഇവിടേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. സുബ്രഹ്മണ്യം എന്നാണ് ആളുടെ പേര്. ഇങ്ങോട്ട് വരേണ്ടതാട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. എല്ലാവരും കൈയ്യടി കൊടുക്കണം. രണ്ട് വാക്ക് സംസാരിക്കണോ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി? ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ആളുകളെ ഇവിടെ ലേബേഴ്സിന് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനും അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ എഞ്ചിനീയറെ അറിയിക്കുക, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ അറിയിക്കുക, അത് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ എല്ലാത്തിലും എഫേർട്ട് എടുത്ത ഒരാളാണ് സൈറ്റിലെ സൂപ്പർവൈസർ. അത് ഞങ്ങളുടെ ഫാമിലിപ്പെട്ട തന്നെ ആളാണ്, എൻ്റെ ഇളയച്ചനാണ് ഉണ്ണികൃഷ്ണൻ. ആളിങ്ങോട്ട് വരേണ്ടതാണ്. ഇന്റീരിയറായി അങ്ങനെ എല്ലാം ചെയ്താലും ഈ വീട് മറ്റുള്ളവർ കാണുമ്പോൾ വെളിച്ചം നിറഞ്ഞതാകണം. വീട് ഫുള്ള് നമുക്ക് ഉള്ളിൽ നിങ്ങൾക്ക് കയറിയാൽ അറിയാം. ഇതിനിപ്പോൾ ശ്രുതിലയം എന്ന് വിളിക്കണോ ലൈറ്റ് ഹൗസ് എന്ന് വിളിക്കണോ എന്നുള്ളത് തന്നെ എനിക്ക് ഡൗട്ടാണ്. കാരണം അത്രയധികം മനോഹരമായിട്ടാണ് അതിൻ്റെ ഉള്ളിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഒരു ഐഡിയയിൽ പറഞ്ഞു, നാളെ അത് അവിടെ പണിയരുത്, കുറച്ചുകൂടി മാറ്റിത്താ എന്ന് നമ്മൾ ഓരോ സജഷൻസ് പറയുമ്പോഴും അത് ഒരു വഴക്കും വിചാരിക്കാതെ നമ്മൾ പറയുന്ന പോലെ ക്ഷമയോടെ നമുക്ക് ചെയ്തു തന്ന ഈ വീടിന് പ്രകാശം തന്നത് നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടനാണ്, സുബിൻ ചേട്ടൻ. വാ. രണ്ട് വാക്ക്. ബഡ്ജറ്റിനൊക്കെ താങ്ങാവുന്നതിൽ അപ്പുറമാണെങ്കിൽ പോലും അത് എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഇന്റീരിയർ ചെയ്ത വീട് തന്നെ പണിയണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ കൊടുത്ത് അത് നിങ്ങളെല്ലാവരും ഉള്ളിൽ കയറിയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് വളരെ അടിപൊളിയായിട്ട് ഓരോന്നും എവിടെയൊക്കെ എന്തെല്ലാം വേണം എന്നുള്ളതൊക്കെ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഫർണിച്ചർ ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ അത് എവിടെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതൊക്കെ കറക്റ്റ് എനിക്ക് കൂടെ നിന്ന് എനിക്ക് പ്ലാനൊക്കെ പറഞ്ഞു തന്ന് ആ ഇൻറ്റീരിയർ അത്രയും അടിപൊളിയാക്കി തന്നത് നമ്മുടെ കാലിക്കറ്റുള്ള പലവര ടീം, ഇൻറ്റീരിയർ ടീം കാലിക്കറ്റ് പലവരയാണ്. അതിൻ്റെ മെയിൻ റഷാദിനെ ഞാനിങ്ങോട്ട് വിളിക്കുക കേട്ടോ. റഷാദ്
അതുപോലെ തന്നെ ഇപ്പോൾ കൺസ്ട്രക്ഷനും സൂപ്പർവൈസും നമ്മുടെ ഇൻറ്റീരിയറും ഇലക്ട്രീഷ്യനും എല്ലാവരും ആദരിച്ചു. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അത്രയും വൃത്തിയോടെയും അല്ലെങ്കിൽ കണ്ടാൽ തെറ്റില്ലാത്ത രീതിയിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് തന്നത് നമ്മുടെ പെയിൻറ്ററാണ് കേട്ടോ. അല്ല, പെയിൻറ് ചെയ്തത് പെയിൻറ്റർ ആയിരിക്കും. അവിടെ ചുണു ആട്ടോ, ചുണു. എനിക്ക് ആക്ച്വൽ നെയിം അറിയില്ല, ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ്. ചുണു എന്നാണ് ഞങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന പെറ്റ് നെയിമാണ് ചുണു. ജിതിൻ, ജിതിൻ എന്നാണ് ആക്ച്വൽ നെയിം വരുന്നത്. അപ്പോൾ ആളും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം പറയും അവിടെ അങ്ങനെ ചെയ്യണം ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും ഒരു പരാതി ഇല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് റീടച്ച് വേണമെങ്കിലും അതും ക്ഷമയോടെ ഒരു മുഖത്തൊരു ഭാവം മാറ്റില്ലാതെ അതെന്ത് ചെയ്ത് തരാമെന്നുള്ള രീതിയിലൊക്കെ റീടച്ചൊക്കെ ചെയ്ത് രാത്രിയും പകലും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട് നമുക്ക് ഈ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് തന്നത് ജിതിനാണ്. ജിതിൻ, പ്ലീസ് വെൽക്കം. അപ്പോൾ വൺസ് അഗെയിൻ ഇവിടെ വന്ന എല്ലാവരും, എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇതുപോലെ നമ്മുടെ അയൽവക്കക്കാരായിക്കോട്ടെ, ഞങ്ങളുടെ നാട്ടുകാരായിക്കോട്ടെ, ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ഓരോരുത്തരോടും നന്ദി പറയുവാണ്.